ഇറാനെതിരെ വീണ്ടും കൊലവിളിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കപ്പൽ കടത്തിവിടില്ലെന്ന് തിരിച്ചടിച്ച് ഇറാനും. വീണ്ടും അശാന്തമായി പശ്ചിമേഷ്യ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിന് താൽക്കാലിക വിരാമമിട്ട് അമേരിക്കയും ഇറാനും വെടിനിർത്തലിലേക്ക് കടന്നെങ്കിലും ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. പരസ്പരം വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. സുപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കുമെന്നുള്ള ഇറാന്റെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകളിൽ നിന്നും ടോൾ പിരിക്കുന്നത് ഉടൻ നിർത്തണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പിരിവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെ നിലപാട്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ ടോൾ നൽകാൻ ഇറാൻ കപ്പലുകളെ നിർബന്ധിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് കപ്പലുകളിൽ നിന്നും ഇറാൻ ട്രാൻസിറ്റ് ഫീ ഈടാക്കുന്ന നീക്കത്തിനെതിരെ ശക്തമായി തന്നെ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ കഴിയുന്ന നടപടിയല്ലെന്നും വളരെ വേഗത്തിൽ ഇത് നിർത്തിവെക്കുന്നതാണ് ഇറാന്റെ ഭാവിക്ക് നല്ലതെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില തന്നെ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയും എണ്ണ വിതരണം അതിവേഗം സാധാരണ നിലയിലാക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തിയ ഘട്ടത്തിൽ കൂടിയാണ് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ ഇത്തരത്തിലൊരു നടപടിയുമായി രംഗത്ത് വരുന്നത്. ഇറാന്റെ സഹായമുണ്ടായാലും ഇല്ലെങ്കിലും ഇത് നടപ്പിലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. സൈനിക നീക്കത്തിലൂടെയോ അതല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളിലൂടെയോ ഒക്കെ എണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ തന്നെയാണ് നിലവിൽ ട്രംപ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഹോർമുസിൽ ഇറാനും US ചേർന്നുകൊണ്ട് ടോൾ പിരിക്കുന്ന ആശയം ട്രംപ് ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരാശയം എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം അമേരിക്കയോ അതല്ലെങ്കിൽ ഇറാനോ ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എണ്ണക്കപ്പലുകളിൽ നിന്നും ഓരോ ബാരലിനും $1 വീതം തീരുവ പിരിക്കാനുള്ള നീക്കവും ഇറാൻ നടത്തുന്നുണ്ട്. നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാനായി ഇറാന്റെ അനുമതി കാത്തു കിടക്കുന്നത് ഏകദേശം 230ഓളം കപ്പലുകളാണ്. ഹോർമുസിൽ ഇത്തരം നിയന്ത്രണങ്ങൾ പാടില്ലെന്ന് ഇതിനോടകം തന്നെ UAE ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ തിരിച്ചടിയാകുന്ന ഒരു നടപടിയായിരിക്കുമിതെന്നാണ് നിലവിൽ കണക്കുകൂട്ടുന്നത്. ഹോർമുസിൽ കപ്പലുകൾ സാധാരണയായി പോകുന്ന പാതയിൽ മൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ഇതിനോടകം തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഭീഷണിപ്പെടുത്തി ഒരു തരത്തിലും ഒരു കാലത്തും ഹോർമുസ് തുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത്. ലോകത്തെ തന്നെ ആകെ എണ്ണ വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് കൈകാര്യം ചെയ്യാനായി ഇറാൻ പുതിയ പദ്ധതിയിടുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് കൂടിയായിട്ടുള്ള മുസ്തഫ ഖമനേയി പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങളിൽ ഈ കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ ഇറാൻ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന ആശങ്കയും ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.